അകാലത്തിൽ പൊലിഞ്ഞുപോയ ശ്രീ CJ റോയ് എന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാന് ആദ്യമേ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളട്ടെ. തൻ്റെ ഗ്രൂപ്പിൻ്റെ വ്യവസായ സ്ഥാപനത്തിൻ്റെ പേര് പോലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നിട്ട ആ വ്യക്തി തൻ്റെ വ്യക്തിപരമായ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ മരണമാണ് പരിഹാരമെന്ന് കരുതിയതിൽ അങ്ങേയറ്റം വിഷമിക്കുന്നവരാണ് മനുഷ്യസ്നേഹികളായ എല്ലാവരും. ഇത്രയും വലിയൊരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നിട്ട് പോലും ഇത്രയും ദയനീയമായൊരു അന്ത്യം അദ്ദേഹത്തെ പിടികൂടിയല്ലോ എന്നോർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആത്മവിചിന്തനം നടത്താനുള്ളൊരു അവസരമായിട്ടാണിത് തീർന്നിട്ടുള്ളത്. അതായത് കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യന് മരണം മാത്രമേ അഭയമുള്ളൂ എന്ന് കരുതുന്നൊരു ഘട്ടത്തിൽ അവന് സഹായകമാകുന്ന എന്തൊക്കെയാണുള്ളത് എന്നതിനെക്കുറിച്ച് നാം കൂടുതൽ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ CJ റോയിയുടെ ആകസ്മിക മരണം സത്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അക്ഷരാർത്ഥത്തിൽ അതിസമ്പന്നരായ മലയാളികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. കേരളത്തിലും കർണാടകയിലും ദുബായിലും മറ്റെവിടെയൊക്കെയോ വ്യാപിച്ചു കിടക്കുന്ന വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആഡംബര കാറുകളോടുള്ള ഭ്രമമോ മറ്റ് സാംസ്കാരിക രംഗത്തുള്ള മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ ഇതെല്ലാം എടുത്തു പറയത്തക്ക കാര്യങ്ങളാണെങ്കിലും അതിനെക്കുറിച്ചൊന്നുമല്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് നാം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആയിരക്കണക്കിന് കോടികളുടെ സമ്പത്തുള്ളൊരു വ്യക്തി സ്വാഭാവികമായും ഈ രാഷ്ട്രത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന നികുതി, സാങ്കേതികമായി അദ്ദേഹം നൽകാൻ ബാധ്യസ്ഥനായ നികുതി വലിയ ഭീമമായ തുകയായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. ഓരോ ധനികരും, ഓരോ വ്യവസായികളും, ഓരോ കച്ചവടക്കാരും, ഓരോ കർഷകനും മറ്റ് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഭീമമായ തുകകളാണ് നികുതി ഇനത്തിൽ നമ്മുടെ രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ കർത്തവ്യമാണ്, കടമയാണ്, നിർബന്ധവുമാണ്. പരോക്ഷ നികുതികൾ അതിനേക്കാൾ ഭീമമായ രീതിയിൽ നമ്മുടെ സർക്കാരുകൾ പിരിച്ചെടുക്കുന്നുണ്ട്. എങ്കിലും ഇത്തരക്കാരുടെ, വ്യവസായികളുടെ, സെലിബ്രിറ്റികളുടെ പ്രത്യക്ഷ നികുതികൾ തന്നെ വലിയ ഭീമമായ തുകകളാണ് അവർ ഓരോ വർഷവും സർക്കാരിലേക്ക് അടക്കേണ്ടതായി വരുന്നത്. അങ്ങനെ അടക്കുന്ന ഒരു വ്യക്തി അതിൽ എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടെന്ന് വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥന്മാർ അയാളുടെ വ്യാപാര സ്ഥാപനത്തിലോ വീടുകളിലോ വരുമ്പോൾ ആ വ്യക്തിക്ക് മരിക്കാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവരുടെ കയ്യിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ഇൻകം ടാക്സ് ഓഫീസേഴ്സാണ് അദ്ദേഹത്തിൻ്റെ കാര്യാലയങ്ങളും ഭവനവും മറ്റും സെർച്ച് ചെയ്തു എന്നാണ്. നമ്മുടെ നാട്ടിൽ കുറെ കാലമായി കേട്ടുവരുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ ആയിട്ട് തീർന്നിട്ടുണ്ട് അത് ഏകദേശം പറഞ്ഞ്. അതായത് കേന്ദ്ര ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തവരെ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അയച്ച് പീഡിപ്പിക്കും എന്നൊരു വാക്ക്. അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്തൊക്കെ ആവട്ടെ, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണത്. EDയുടെ സമയത്തും അസമയത്തുമുള്ള അന്വേഷണങ്ങൾക്ക് ചില ആളുകൾ വിധേയമാവുന്നതിനെ നമുക്ക് കാണാവുന്ന കാര്യമാണ്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണത്. ശ്രീ CJ റോയിയുടെ കാര്യത്തിൽ പക്ഷേ കേരളത്തിൽ നിന്നുള്ള ഒരു ഇൻകം ടാക്സ് സംഘമാണത്രേ സെർച്ചിന് വന്നിരുന്നത്. ഒരു 59 വയസ്സ് മാത്രമുള്ള ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താൻ അതീവ സാഹസികമായി പടുത്തുയർത്തിയ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുഴുവൻ കോൺഫിഡൻസും നഷ്ടപ്പെട്ട് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിൽ എന്ത് അന്വേഷണമായിരിക്കാം, സെർച്ചായിരിക്കാം, എന്ത് വിവരങ്ങളായിരിക്കാം ഈ വരുമാന നികുതി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിശയകരമായി തോന്നുന്നത്. ഒരു വ്യക്തി തൻ്റെ 59 വയസ്സിനുള്ളിൽ
സാധിക്കാവുന്നതിൻ്റെ എത്രയോ മടങ്ങ് അധികം സമ്പാദിച്ച് ആ സമ്പാദിച്ചതിൻ്റെ വിഹിതം മാന്യമായി അയാൾ സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ടാവണമല്ലോ ഇത്രയും കാലം. ഇപ്പോഴും കൊടുക്കില്ല എന്നായിരിക്കില്ല, അദ്ദേഹത്തിന്റെ കണക്കുകളിൽ സംശയം ജനിച്ചതിന്റെ പേരിലായിരിക്കണം നേരിട്ട് അന്വേഷണത്തിന് വന്നിട്ടുണ്ടാവുക. റെയ്ഡിന് അങ്ങനെയാണല്ലോ വരാറുള്ളത്. സ്വാഭാവികമായ നികുതി കൊടുപ്പിന് ആരും അന്വേഷിച്ച് വരാറില്ല. അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എല്ലാ ബിസിനസ്മാൻമാരും ബിസിനസ് സ്ഥാപനങ്ങളും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ ഒരു പ്രത്യേക റെയ്ഡിന് നിർദ്ദേശം വരുന്നത് അയാൾ കൊടുക്കുന്ന നികുതി ഇനത്തിലും അയാളുടെ വരുമാനത്തിലും തമ്മിൽ വേരിയേഷൻ വരുമ്പോഴാണ് അന്വേഷണത്തിന് വരിക. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയെ രാജ്യത്തിന്റെ നികുതിദായകൻ എന്ന നിലക്ക്, ഭീമമായ നികുതി നൽകുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് വലിയ മതിപ്പോടെ ബഹുമാനത്തോടെയാണ് കാണേണ്ടത് ഉദ്യോഗസ്ഥന്മാർ. പകരം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥന്മാർ പലചരക്ക് കടകളും മറ്റു കടകളും റെയ്ഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വളരെ നീചമായ, മൃഗീയമായ, ധിക്കാരപരമായ രീതിയിലാണ് അവർ ആ കടയുടമയോടും അവിടുത്തെ ജീവനക്കാരോടും പെരുമാറുക. അതായത് നമ്മുടെ നാട്ടിൽ കൊലയാളികളോടും കൊള്ളക്കാരോടും കള്ളന്മാരോടും എത്രയോ മാന്യമായിട്ടാണ് നമ്മുടെ കോടതികളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും പെരുമാറുന്നത് എന്ന് നമുക്കറിയാം. നമുക്ക് അതിൽ പ്രതിഷേധം പോലുമുണ്ട്. അവരോട് എന്തിന് ഇത്രയധികം മര്യാദ കാണിക്കണം, ഇത്രയധികം സോഫ്റ്റ് കോർണർ എന്തിന് കള്ളന്മാരോടും കുറ്റവാളികളോടും കാണിക്കണം എന്ന പരാതി പോലും പൊതുജനങ്ങൾക്കുണ്ട്. എന്ന സിറ്റുവേഷനിലാണ് രാജ്യത്തിന് കോടിക്കണക്കിന് രൂപ നികുതി നൽകുന്ന വ്യവസായികളെ ചില കണക്കുകളുടെ സംശയത്തിന്റെ പേരിൽ അവരുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഒരേ സമയത്ത് വല്ല ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഉള്ള ആക്രമണം നടത്തുകയും അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവരുടെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ കണക്കുകൾ പരിശോധിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. അത് ഇന്നോ ഇന്നലെയോ ഇന്നത്തെ പുതിയ ഗവൺമെന്റുകളോ തുടങ്ങി വെച്ചത് അല്ലതാണ്. ഇവിടെ കർണാടക ആസ്ഥാനമായിട്ടാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് എന്ന് കേൾക്കുന്നു. കർണാടകയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യാപാര സ്ഥാപനങ്ങൾ സെർച്ച് ചെയ്യുന്നതും. പക്ഷേ കൊച്ചിയിൽ നിന്ന് പോയ ഒരു ഇൻകം ടാക്സ് ഗ്രൂപ്പാണ് അതെന്ന് കേൾക്കുന്നു. എങ്കിലും പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് BJP ഗവൺമെന്റ് അവർക്ക് ഇഷ്ടമില്ലാത്തവരുടെ സ്ഥാപനങ്ങളിൽ ADA പറഞ്ഞയക്കും എന്നാണ് പൊതുവായ വർത്തമാനം. എങ്കിലും ഇവിടെ ഈ BJP ഗവൺമെന്റോ EDയോ അല്ല വന്നിട്ടുള്ളത്, കേരളത്തിൽ നിന്നുള്ള ഇൻകം ടാക്സുകാരാണെന്നാണ് വിശ്വസനീയ വാർത്താ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത്. ഈ അവസ്ഥയിൽ ഈ കേസിൽ ശ്രീ CJ റോയിയുടെ ആത്മഹത്യാ കേസിൽ നമുക്ക് നേരിട്ട് കേന്ദ്ര ഗവൺമെന്റിനെയോ EDയെയോ മാത്രം പഴിചാരാനാവില്ല എന്ന് തോന്നുന്നു. കാരണം ഇവിടെ സെർച്ച് നടന്ന സ്ഥാപനം കർണാടകയിലാണ്, സംഭവം നടക്കുന്നത് കർണാടകയിലാണ്, സംഭവത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർ പോയിട്ടുള്ള കൊച്ചിയിൽ നിന്നാണ് ഇൻകം ടാക്സുകാർ. ഈ അവസ്ഥയിൽ പഴി കേന്ദ്ര ഗവൺമെന്റിന്റെ EDക്ക് ചുമത്തുക എന്നുള്ളതിൽ യുക്തി രാഹിത്യമുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് ശ്രീ CJ റോയി ആണെങ്കിൽ നാളെ മറ്റേതെങ്കിലും ഒരു ധനാട്യനാകാം ഈ പ്രവർത്തനത്തിന് ഇരയാവുക. സാധാരണ കച്ചവടക്കാർ പോലും സെയിൽസ് ടാക്സുകാരുടെയും ഇൻകം ടാക്സുകാരുടെയും പീഡനത്തിന് ഇരയാവുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ പൊതുവെ കുറവാണ് കേട്ടുവരുന്നത്. എങ്കിലും കേരളത്തിൽ നിന്നുള്ള ഒരു ഇൻകം ടാക്സ് യൂണിറ്റാണ് കർണാടകയിൽ പോയി CJ റോയിയെ ഇങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ ഭയാനകമായ രീതിയിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത് എന്ന് കേൾക്കുമ്പോൾ ചെറിയൊരു അതിശയം തോന്നാതെയുമില്ല. എന്തൊക്കെയായാലും ശ്രീ CJ റോയിയെ പോലെയുള്ളൊരു വിജയകരമായ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി ഈ രീതിയിലൊരു അന്ത്യം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതിൽ കടുത്ത ദുഃഖത്തോടൊപ്പം പ്രതിഷേധവും തോന്നിപ്പോവുകയാണ്. കാരണം നികുതി ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അല്പം കൂടി മാന്യമായിട്ടും വ്യവസായ സംരംഭകന്റെ ആത്മവിശ്വാസത്തെ, ആത്മാവിനെ തന്നെ പറിച്ചെടുക്കുന്ന തരത്തിലും പെരുമാറാതെ കുറെ കൂടി മാനുഷികമായ പെരുമാറ്റം കാഴ്ചവെക്കണം. അവരുടെ പ്രവർത്തനത്തിന് യാതൊരു വിഘ്നവും വരേണ്ടതില്ല. നികുതിദായകന്മാർ കർക്കശമായി അവരുടെ കടമകൾ നിർവഹിക്കപ്പെടേണ്ടതുമാണ്. എന്നിരുന്നാൽ പോലും ചില ചെറിയ തകരാറുകൾ സംഭവിക്കുമ്പോഴേക്കും ആ വ്യക്തിയുടെ ആത്മധൈര്യം തന്നെ ചോർത്തിക്കളയുന്ന രീതിയിൽ, ആ വ്യക്തിയുടെ ആത്മാവ് തന്നെ പറിച്ചെറിയുന്ന രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറാനും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ കയറി അപമാനിക്കാനും ഒരു ഉദ്യോഗസ്ഥനും ജനാധിപത്യം അവകാശം നൽകുന്നില്ല എന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കാം ഉദ്യോഗസ്ഥർ ഇത്രമേൽ റൂഡായി, ഇത്ര ക്രൂരമായി, ഇത്ര ധിക്കാരപരമായി
ഒരു നികുതിദായകനോട് പെരുമാറുന്നത് എന്നത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു കാര്യമാണ്. നമ്മുടെ നികുതി സമ്പ്രദായത്തെപ്പറ്റി കുറവ് പറയാനോ കുറ്റം ആരോപിക്കാനോ ശ്രമിക്കുകയല്ല, പക്ഷേ നമ്മുടെ നികുതി പിരിവുകാരുടെ സ്വഭാവ ദൂഷ്യങ്ങളെപ്പറ്റി പറയുക എന്നുള്ളത് ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലക്ക് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് കരുതുന്നു. നികുതി കൊടുക്കുക, നികുതി പിരിക്കുക, അതിന്റെ കണക്കുകൾ സൂക്ഷിക്കുക, അത് കൃത്യമായിരിക്കുക എന്നതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ നികുതി പിരിവിന്റെ പേരിൽ വ്യക്തികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിൽ, തള്ളിവിടുന്ന തരത്തിൽ പെരുമാറാൻ, ധിക്കാരമായി പെരുമാറാൻ, അഹങ്കാരം കാണിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും പാടില്ല എന്ന രീതി നമ്മുടെ സർക്കാരുകൾ കൂടി ഗൗരവത്തിലെടുക്കേണ്ടതാണ്. സർക്കാരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം നിയമങ്ങളിലെ പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാങ്കേതികമായ വിജ്ഞാനമില്ല. പക്ഷേ ഇതിലെ മാനസികമായ വശങ്ങൾ കുറെ കൂടി മാനസികമാക്കണം. അത് നികുതിദായകരോട് കുറെ കൂടി സൗമ്യമായി ഇടപെടാനുള്ള പരിശീലനം ഇതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകണം എന്നുള്ളതാണ്. അതിനുവേണ്ട പരിശോധനകളും തിരുത്തുകളും നിർബന്ധമായും നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടായിത്തീരണം എന്നുകൂടിയാണ് നമുക്കിതിലൂടെ പറയാനുള്ളത്. ഇനിയും കൂടുതൽ റോയ്മാർ ഉണ്ടാവാതിരിക്കട്ടെ. നികുതി ഉദ്യോഗസ്ഥന്മാർ, അത് ED ആയാലും ഇൻകം ടാക്സ് ആയാലും മറ്റേതെങ്കിലും സർചാർജ് പിരിക്കുന്ന വ്യക്തികളായാലും അവരെല്ലാവരും നികുതിദായകനാണ് തൻ്റെ മുമ്പിലുള്ളത് എന്ന ഓർമ്മ വേണം. ഓരോ റെയ്ഡിലും അവരൊരു കുറ്റവാളിയാണ്, കൊള്ളക്കാരനാണ്, കൊള്ളക്കാരനെ കൊള്ള മുതലോടുകൂടി പിടികൂടപ്പെട്ടിരിക്കുകയാണ് എന്ന ആ ഭാവം, ആ ധാർഷ്ട്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നികുതിദാതാവും നികുതി പിരിവുകാരും തമ്മിലുള്ള ബന്ധം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയേ തീരൂ. നികുതിദായകരോട് കുറെ കൂടി മാന്യമായി പെരുമാറാൻ നികുതി പിരിവുകാർ സന്മനസ് കാണിച്ചേ തീരൂ. അത് ജനാധിപത്യത്തിൻ്റെ താല്പര്യമാണ്. ഭരണഘടന അനുവദിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്ന് കാണണം. അത് സർക്കാരുകൾ നികുതിദായകർക്ക് നൽകുന്ന ഔദാര്യമല്ല. യഥാർത്ഥത്തിൽ ഔദാര്യം ചെയ്യുന്നത് നികുതിദായകരാണ്. സർക്കാരുകളെ നിലനിർത്താനുള്ള സാമ്പത്തിക സ്രോതസ് അവരാണ് എന്നിരിക്കെ കേവലം ശമ്പളത്തിന് കയറിക്കൂടുന്ന ഉദ്യോഗസ്ഥന് ഒരു നികുതിദായകന്റെ കോടാനുകോടി നികുതി നൽകുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ അവന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനോ വ്രണപ്പെടുത്താനോ യാതൊരു അവകാശവുമില്ല, അധികാരവുമില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. എങ്കിലും പറയാതിരിക്കാനാവില്ല.